എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എന്താണ് കൂർമ്മപുരാണം? മഹാപുരാണങ്ങളുടെ പട്ടികയിലെ പ്രധാന സ്ഥാനമുള്ള കൂർമ്മപുരാണം ആദ്യമായി ഇന്ദ്രദ്യുമ്നൻ രാജാവിന് കൂർമ്മരൂപത്തിൽ മഹാവിഷ്ണുവാണ് വിവരിക്കുന്നത്. ഈ കഥയെക്കുറിച്ചുള്ള അറിവ് മഹാവിഷ്ണു ഇന്ദ്രൻ മുതലായ ദേവതമാർക്കും നാരദൻ മുതലായ മഹർഷിമാരോടും സമുദ്രം കടയുന്ന സമയത്ത് വിവരിച്ചു കൊടുത്തിരുന്നു. നൈമിഷാരണ്യയുടെ 12 വർഷത്തെ മഹാസത്രത്തോടനുബന്ധിച്ച് രോമഹർഷൻ മുനി 88,000 ഋഷിമാർക്ക് വിശുദ്ധ കൂർമ്മപുരാണത്തെക്കുറിച്ചുള്ള അറിവ് 3 പ്രാവശ്യം വിവരിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരമായ കൂർമ്മമാണ് കൂർമ്മപുരാണത്തിന് ഈ പേര് വിവരിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതിനാലാണ് ഈ കൂർമ്മപുരാണം പ്രസിദ്ധമായത്. കൂർമ്മപുരാണത്തിൽ മഹാവിഷ്ണു കൂർമ്മ അവതാരം സ്വീകരിച്ചതിന് ശേഷം സമുദ്രം കടയുന്ന പശ്ചാത്തലത്തിൽ മഹാലക്ഷ്മിയുടെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള വിവരണവും മഹാത്മ്യ, മഹാലക്ഷ്മി, രാജാവ് ഇന്ദ്രദ്യുമ്നൻ എന്നിവരുടെ വിവരണവും ഇന്ദ്രദ്യുമ്ന രാജാവിന്റെ വിഷ്ണുസ്തുതിയും ശിവതത്വവും വിവരിച്ചിരിക്കുന്നു. ഇത് കൂടാതെ കൂർമ്മപുരാണത്തിൽ ശിവന്റെ തപസ്സിനെക്കുറിച്ച്, ശിവന്റെ അവതാരങ്ങളെക്കുറിച്ചുമുള്ള വിവരണവും ലിംഗമഹാത്മ്യത്തിന്റെ വിവരണവും 4 യുഗത്തിന്റെയും യുഗധർമ്മത്തിന്റെ വിവരണവും തീർത്ഥാടന മഹാത്മ്യം, 28 വ്യാസന്മാർ എന്നിവരെക്കുറിച്ചുള്ള വിവരണവും കൂർമ്മപുരാണത്തിൽ പറയുന്നുണ്ട്. കൂർമ്മപുരാണത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു കഥ ഇങ്ങനെയാണ്. ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാൻ സമുദ്രം കടയാൻ തയ്യാറായി. ഭൂമിയിലെ ഔഷധങ്ങൾ ആദ്യം സമുദ്രത്തിൽ മുങ്ങിപ്പോയി. മന്ദരപർവ്വതത്തെ കടക്കോലായും വാസുകി സർപ്പത്തെ കയറായും ഉണ്ടാക്കി ഭഗവാൻ കടൽ ചുറ്റാൻ തുടങ്ങി. എന്നാൽ മന്ദരപർവ്വതം സമുദ്രത്തിൽ മുങ്ങി താഴാൻ തുടങ്ങി. അത് പാതാളത്തിലേക്ക് പോയി. അപ്പോൾ ദേവന്മാരും അസുരന്മാരും മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. മഹാവിഷ്ണു കൂർമ്മത്തിന്റെ രൂപം സ്വീകരിച്ചു. അതായത് ആമ. കൂർമ്മം എന്നാൽ ആമ എന്നാണ്. മന്ദരപർവ്വതത്തെ മുതുകിൽ ഉയർത്തി മല ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് ദേവന്മാരും അസുരന്മാരും സമുദ്രം കടയാനായിട്ട് തുടങ്ങുന്നത്. ഇതിന്റെ ഫലമായി പാരിജാത വൃക്ഷം, ഹരിചന്ദനം, കൽപ്പകവൃക്ഷം, കൗസ്തുഭരത്നം, ധന്വന്തരി വൈദ്യം, ചന്ദ്രൻ, കാമധേനു, ഐരാവതം ആന, ശ്രാവണകുതിര, ശാരംഗവില്ല്, ലക്ഷ്മി, രംഭ, ശംഖ്, വരുണി, കാളകൂടം, അഷ്ടകലശ എന്നിവ പുറത്തു വരുന്നുണ്ട്. കൂർമ്മപുരാണത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ 4 വേദങ്ങളുടെ ഏറ്റവും മികച്ച സാരാംശം കൂർമ്മപുരാണത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂർമ്മപുരാണം വൈഷ്ണവ പ്രധാനമായ ഒരു പുരാണമാണ്. എങ്കിലും ഈ പുരാണത്തിൽ ശൈവമതം വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുരാണം എല്ലാ വിഭാഗങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ളത്. ഈ പുരാണത്തിൽ സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശചരിതം എന്നീ ഈ 5 സവിശേഷതകളെക്കുറിച്ചുള്ള വിശദമായ വിവരണം കാണാം. കൂർമ്മപുരാണത്തിനെ പരബ്രഹ്മത്തിന്റെ കീർത്തനമെന്നും, തീർത്ഥാടനങ്ങളിൽ പരമമായ തീർത്ഥാടനമെന്നും, തപസ്സുകളിൽ പരമമായ തപസ്സെന്നും, അറിവിൽ പരമമായ ജ്ഞാനമെന്നും, നേർച്ചകളിൽ പരമമായ നേർച്ചയെന്നും വിളിക്കുന്നു. കൂർമ്മപുരാണത്തിന്റെ കഥ പാപങ്ങളെ നശിപ്പിക്കുന്നു. കൂർമ്മപുരാണത്തിന്റെ പ്രസ്താവന ഭഗവാൻ വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുരാണം ശ്രവിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുകയും എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ഒടുവിൽ ബ്രഹ്മലോകം പ്രാപിക്കുകയും ചെയ്യുന്നത്. ഈ പുരാണത്തിൽ 35 അധ്യായങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. രാമായണത്തിലും മഹാഭാരതത്തിലും സമുദ്രമഥന കഥ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഖ്യാതിയുടെയും ഭൃഗു മഹർഷിയുടെയും മകളായി ജനിച്ചു എന്ന പുരാണങ്ങൾ പറയുന്നുമുണ്ട്. പിന്നീട് വിഷ്ണുവിനെ വിവാഹം കഴിച്ചു. എന്നാൽ അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തിയ സമയത്ത് ദുർവാസാവ് മഹാലക്ഷ്മിക്ക് സമുദ്രത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ശപിച്ചിരുന്നു. അതുകൊണ്ട് സമുദ്രം കടയുന്ന സമയത്ത് ലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇന്ദ്രനും മറ്റു ദേവന്മാരും മുനിമാരും ലക്ഷ്മിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. ആരാണ് ഈ അത്ഭുത ദേവത എന്ന് അവർ വിഷ്ണുവിനോട് ചോദിച്ചു. ഇതാണ് ലക്ഷ്മി. വിഷ്ണു മറുപടി പറഞ്ഞു, ലക്ഷ്മി ദേവി ശക്തി എന്നും അറിയപ്പെടുന്നു. ലക്ഷ്മി ദേവിയുടെ സഹായത്തോടെയാണ് ഞാൻ പ്രപഞ്ചത്തെയും അതിലെ നിവാസികളെയും മിഥ്യാധാരണകളാൽ വളർത്തുന്നത്. സാരാംശം ഇത്രയാണ്. എന്നിൽ നിന്ന് വ്യത്യസ്തനല്ലെങ്കിലും എൻ്റെ എല്ലാ ശക്തികളും എനിക്ക് നൽകുന്നത് ലക്ഷ്മിയാണ്. തുടർന്ന് വിഷ്ണു ദേവന്മാരോടും മുനിമാരോടും ഇന്ദ്രദ്യുമ്നന്റെ കഥ പറയുന്നുണ്ട്.
അത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രദ്യുമ്നൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അവൻ ലോകത്തെ നന്നായി ഭരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ബ്രാഹ്മണനായി പുനർജനിച്ചു. ബ്രാഹ്മണർ 4 വിഭാഗങ്ങളിൽ ആദ്യത്തേതാണ്. വേദങ്ങൾ പഠിക്കുകയും യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ. ഒരു ബ്രാഹ്മണൻ എന്ന നിലയിൽ ഇന്ദ്രദ്യുമ്നൻ മതപരമായ ആചാരങ്ങൾ പാലിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അയാളും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാൻ നോക്കി. ലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇന്ദ്രദ്യുമ്നൻ ലക്ഷ്മി ദേവിയോട് അപേക്ഷിച്ചു, ദയവായി അങ്ങയെക്കുറിച്ച് എന്നോട് പറയൂ. യഥാർത്ഥ അറിവ് എന്താണെന്നതിനെക്കുറിച്ച് ദയവായി എനിക്കൊരു ഉൾക്കാഴ്ച നൽകൂ. ദേവന്മാർക്കും മുനിമാർക്ക് പോലും എൻ്റെ യഥാർത്ഥ സ്വഭാവം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ലക്ഷ്മി മറുപടി പറഞ്ഞു, ഞാനൊരു വിഷ്ണുവിൻ്റെ മിഥ്യ മാത്രമാണ്. വിഷ്ണുവും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അറിവിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് നൽകാൻ എൻ്റെ കഴിവിനും അപ്പുറമാണ്. മഹാവിഷ്ണുവിനോട് തന്നെ പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞു ലക്ഷ്മി അപ്രത്യക്ഷയായി. ഇന്ദ്രദ്യുമ്നൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കുറേ കടന്നുപോയി. പക്ഷേ ഇന്ദ്രദ്യുമ്നൻ ധ്യാനം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രദ്യുമ്നെ യഥാർത്ഥ അറിവിലേക്കുള്ള വഴി ഉപദേശിക്കുന്നു. ഇന്ദ്രദ്യുമ്നോട് എന്താണ് മഹാവിഷ്ണു പറഞ്ഞത്? ദേവന്മാരും മുനിമാരും ചോദിച്ചു. നിങ്ങളുടെ പ്രയോജനത്തിനായി ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കാം. മഹാവിഷ്ണു കഥ തുടരുന്നു. കൂർമ്മത്തിന്റെ, അതായത് ആമയുടെ രൂപത്തിലാണ് വിഷ്ണു തൻ്റെ ഉപദേശങ്ങൾ എല്ലാം തന്നെ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂർമ്മപുരാണം ഇത്രയും പ്രത്യേകത ആർന്നതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും. വിഷ്ണുവിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി വിഷയങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ആദ്യം വർണ്ണാശ്രമ ധർമ്മം എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങാം. ധർമ്മം എന്നാൽ നീതി എന്നാണ്. ഈ പ്രമാണങ്ങൾ നീതിപൂർവകമായ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. ഇത് 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളുടെയും സമ്പ്രദായത്തിൽ വ്യക്തമാക്കുന്നു. വർണ്ണാശ്രമധർമ്മം. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൽ ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും വിഷ്ണു ഈ വെള്ളത്തിലാണ് ഉറങ്ങിയിരുന്നതെന്നും വിഷ്ണു തന്നെ പറയുന്നു. സൃഷ്ടി ആരംഭിക്കാൻ സമയമായപ്പോൾ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉദിച്ചു. വിഷ്ണുവിൻ്റെ കോപത്തിൽ നിന്ന് ശിവൻ ഉദിച്ചു. ലക്ഷ്മിയും വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു. വിഷ്ണുവിൻ്റെ അരികിൽ ലക്ഷ്മി ദേവി സ്ഥാനം ഏറ്റെടുക്കുന്നു. ബ്രഹ്മാവ് വിഷ്ണുവിനോട് പറയുന്നു, ഞാൻ സൃഷ്ടിക്കുന്ന ജീവികളെ ദയവായി അങ്ങയുടെ മായയിൽ നിർത്താൻ ലക്ഷ്മി ദേവിയെ ഉപയോഗിക്കുക. അവരുടെ മനസ്സിൽ മിഥ്യാധാരണങ്ങളുടെ വിത്ത് പാകാൻ ലക്ഷ്മിയോട് പറയുക. നീതിമാന്മാരെ അഭിവൃദ്ധിപ്പെടുത്താൻ ദയവായി അവരോട് പറയുക. വിഷ്ണു അതനുസരിച്ചു. വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് അഭ്യർത്ഥിച്ചു, സൃഷ്ടിക്കാൻ പോകുന്ന ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും ദയവായി മായയിൽ തന്നെ നശിപ്പിക്കുക. എന്നാൽ നീതിമാന്മാരെ വെറുതെ വിടുകയും അവരെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക. നീതിമാനെ എങ്ങനെ അറിയാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരാം. അവർ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പ്രമാണങ്ങൾ പിന്തുടരുന്നവരാണ്. 4 വിഭാഗങ്ങളിൽ ആദ്യത്തേത് ബ്രാഹ്മണരാണ്. ബ്രഹ്മാവ് തൻ്റെ മാനസിക ശക്തിയിൽ നിന്ന് 9 പുത്രന്മാരെ സൃഷ്ടിച്ചു. മരീചി, ഭൃഗു, അങ്കിര, പുലസ്ത്യ, പുലഹ, ക്രതു, ദക്ഷ, അത്രി, വസിഷ്ഠ എന്നിവയായിരുന്നു അവരുടെ പേരുകൾ. ഈ പുത്രന്മാർ ഋഷിമാരായി. അവരായിരുന്നു ആദ്യത്തെ ബ്രാഹ്മണർ. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്. ബ്രാഹ്മണർക്ക് ശുപാർശ ചെയ്യുന്ന 6 തരം കർമ്മങ്ങളുണ്ട്. യാഗങ്ങൾ അനുഷ്ഠിക്കുക, യാഗങ്ങളിൽ നിന്ന് പൂജാരിമാരായി പ്രവർത്തിക്കുക, ദാനധർമ്മം, ദാനങ്ങൾ സ്വീകരിക്കൽ, അധ്യാപനം, പഠനം ഇവയാണ്. ഈ കർത്തവ്യങ്ങൾ നന്നായി ചെയ്യുന്ന ബ്രാഹ്മണൻ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. പ്രജാപത്യ എന്നറിയപ്പെടുന്ന സ്ഥലം, ഇത് ബ്രഹ്മാവിൻ്റെ വസതിയായ ബ്രഹ്മലോകത്തിൻ്റെ പര്യായമാണെന്ന് പറയുന്നു. 4 വർണ്ണങ്ങളിൽ രണ്ടാമത്തെ വിഭാഗമാണ് ക്ഷത്രിയർ. ബ്രഹ്മാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്ഷത്രിയരുടെ കടമകളിൽ ദാനം,
അധ്യയനം, യജ്ഞങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ ആയുധമെടുത്ത് പോരാടുക എന്നതാണ്. തിന്മയെ ശിക്ഷിക്കുകയും നല്ലതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ജോലി. ഈ ജോലികൾ നന്നായി ചെയ്യുന്ന ഒരു ക്ഷത്രിയൻ ഇന്ദ്രന്റെ വസതിയായ ഇന്ദ്രലോകത്തിൽ എത്തുന്നു എന്നും പറയുന്നു. വൈശ്യർ 4 വിഭാഗങ്ങളിൽ മൂന്നാമത്തേത്. ബ്രഹ്മാവിന്റെ തുടകളിൽ നിന്നാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്. ക്ഷത്രിയരെ പോലെ വൈശ്യർക്കും ദാനം ചെയ്യാനും പഠിക്കാനും യാഗങ്ങൾ അനുഷ്ഠിക്കാനും കഴിയും. എന്നാൽ അവരുടെ പ്രാഥമിക കർത്തവ്യം കൃഷിയാണ്. മറ്റു പല പുരാണങ്ങളിലും കൃഷി കൂടാതെ വ്യാപാരവും മൃഗസംരക്ഷണവും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ജോലികൾ നന്നായി ചെയ്യുന്ന ഒരു വൈശ്യന് വായുവിന്റെ ദേവനായ വായുവിനൊപ്പം ജീവിക്കാൻ കഴിയും. 4-ാമത്തെ വിഭാഗമാണ് ശൂദ്രർ. ബ്രഹ്മാവിന്റെ പാദങ്ങളിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു 3 വിഭാഗങ്ങളെ സേവിക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക കടമ. കൂടാതെ ഒരു ശൂദ്രന് കരകൗശല വിദ്യ ഒരു തൊഴിലായി സ്വീകരിക്കാം. ഈ ജോലികൾ നന്നായി നിർവഹിക്കുന്ന ഒരു ശൂദ്രൻ ഗന്ധർവന്മാരോടൊപ്പം ജീവിക്കും എന്നും പറയുന്നു. പൊതുവായി പറഞ്ഞാൽ 4 വിഭാഗങ്ങളും വേദങ്ങളിൽ നിന്ന് അനുശാസിക്കുന്ന മതം പാലിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ പ്രചരിക്കുന്ന മറ്റു വിവിധ ശാസ്ത്രങ്ങൾ, മതഗ്രന്ഥങ്ങൾ ഉണ്ട്. എന്നാൽ അവരിൽ പലരും വേദങ്ങൾക്ക് എതിരാണ്. ഇത്തരം വൈദിക വിരുദ്ധ ഗ്രന്ഥങ്ങളിൽ അനുശാസിക്കുന്ന മതം പിന്തുടരാൻ പാടില്ല. പാപികൾ മാത്രമേ അത്തരം മതങ്ങൾ പിന്തുടരുന്നുള്ളൂ. അവർ നിത്യനാശത്തിന് വിധിക്കപ്പെട്ടവരാണ്. 4 ആശ്രമങ്ങളുണ്ട്. ആദ്യത്തേത് ബ്രഹ്മചര്യം. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ വേദങ്ങൾ പഠിക്കുകയും ഗുരുവിനെ നന്നായി സേവിക്കുകയുമാണ്. ഭിക്ഷാടനത്തിലൂടെ കിട്ടുന്ന ഭിക്ഷയെടുത്ത് ജീവിക്കണം. ജീവിതത്തിന്റെ ഈ ഘട്ടം അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് അപൂർവ സന്ദർഭങ്ങളിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ പഠനത്തിനും ധ്യാനത്തിനുമായി സമർപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചേക്കാം. അങ്ങനെയുള്ള വ്യക്തിയെ നൈഷ്ഠികൻ എന്നാണ് വിളിക്കുന്നത്. സാധാരണഗതിയിൽ വ്യക്തികൾ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ 2-ാം ഘട്ടം ഗാർഹസ്ഥ്യമാണ്. അതിഥികളെ സേവിക്കുക, യാഗങ്ങൾ അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ദൈവങ്ങളെ ആരാധിക്കുക, വീട്ടിൽ എപ്പോഴും പവിത്രമായ അഗ്നി കത്തിക്കുക എന്നിവയാണ് ഒരു ഗൃഹനാഥന്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ. ഗൃഹനാഥൻ വീട്ടിൽ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ കർമ്മങ്ങൾ അവന്റെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അവന്റെ പുരോഹിതനോ പോലും നിർവഹിക്കേണ്ടതാണ്. ഒരു ഗൃഹനാഥൻ എല്ലാ ദിവസവും അല്പം വേദങ്ങൾ പഠിക്കാൻ മറക്കരുത്. ജീവിതത്തിന്റെ മറ്റു 3 ഘട്ടങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥ ഘട്ടം. കാരണം ഒരു ഗൃഹനാഥൻ നൽകുന്ന ഭിക്ഷ ജീവിതത്തിന്റെ മറ്റു 3 ഘട്ടങ്ങളിൽ കഴിയുന്ന വ്യക്തികൾക്ക് ഉപജീവന മാർഗമാണ്. ഒരു ഗൃഹനാഥൻ 2 തരത്തിൽ ഒരാളായിരിക്കാം. അവൻ ഒരു സാധകനായിരിക്കാം. ഈ സാഹചര്യത്തിൽ അവന്റെ പ്രധാന അഭിനിവേശം അവന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തൃപ്തിപ്പെടുത്തുക എന്നതാണ്. അല്ലെങ്കിൽ ഉദാസീനനായ ഒരു ഗൃഹനാഥനും ഉണ്ടായിരിക്കാം. തൻ്റെ ഭാര്യയിലോ പുത്രന്മാരിലോ ഭൗതിക സമ്പത്ത് സമ്പാദിക്കുന്നതിലോ അയാൾക്ക് ശരിക്കും താല്പര്യമില്ല എന്നാണ് ഇതിനർത്ഥം. ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാവുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന അഭിനിവേശം. ജീവിതത്തിന്റെ 3-ാം ഘട്ടം വാനപ്രസ്ഥമാണ്. അങ്ങനെയുള്ള ഒരാൾ വനത്തിലേക്ക് പോകുമ്പോൾ പഴങ്ങളും വേരുകളും കഴിച്ചാണ് ജീവിക്കുന്നത്. അദ്ദേഹം വേദങ്ങൾ പഠിക്കുകയും ധ്യാനം നടത്തുകയും മതപരമായ ആചാരങ്ങൾ പാലിക്കുകയും ചെയ്യണം. ഒരാളുടെ മനസ്സ് അതിന് തയ്യാറല്ലെങ്കിൽ ഒരിക്കലും വനവാസത്തിലേക്ക് കയറരുത് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് പുത്രന്മാർ ഉണ്ടായിരിക്കണം എന്നും ഇതിനർത്ഥമുണ്ട്. തുടരെ കൊണ്ടുപോകാൻ മക്കളില്ലാതെ ഒരു വീട്ടുകാരൻ വനവാസ വേദിയിൽ ഇറങ്ങുന്നത് ശുപാർശ ചെയ്യുന്നില്ല ഒരു വേദവും. വനവാസികൾ 2 തരമുണ്ട്. ദൈവങ്ങളെ ആരാധിക്കുന്നതിനും മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനും പ്രാഥമികമായി സ്വയം അർപ്പിക്കുന്നതിനുമായ വ്യക്തികളാണ് ആദ്യത്തെ തരം. അത്തരമൊരു വ്യക്തി തപസ്യ എന്ന് പറയുന്നു. കാരണം അവൻ ചില തപസ്യകൾ ചെയ്യുന്നു. എന്നാൽ ധ്യാനത്തിനായി സ്വയം അർപ്പിക്കുന്ന വ്യക്തികളുണ്ട്. സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായതിനാൽ അത്തരമൊരു വ്യക്തിയെ സന്യാസി എന്ന് വിളിക്കുന്നു. ജീവിതത്തിന്റെ 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം സന്യാസമാണ്. അത്തരം വ്യക്തികൾ അവരുടെ മുഴുവൻ സമയവും ധ്യാനത്തിൽ ചിലവഴിക്കുന്നു.
ഉപജീവനത്തിനായി അവർ ഭക്ഷണം യാചിക്കുന്നു. ഒരാളുടെ മനസ്സ് ലോകത്തിൽ നിന്ന് വേർപെടുത്തിയില്ലെങ്കിൽ സന്യാസിയാകുന്നത് ഉചിതമല്ല. രണ്ടു തരം സന്യാസിമാരുണ്ട്. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരാണ് ആദ്യതരം. അത്തരമൊരു വ്യക്തി മറ്റെല്ലാ വ്യക്തികളോടും താൻ പെരുമാറുന്നത് പോലെ പെരുമാറുന്നു. ഒരു യോഗി എന്നും അറിയപ്പെടുന്നു. എന്നാൽ പരമമായ ജ്ഞാനം നേടുന്നതിനായി തീവ്രമായ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന സന്യാസിമാരുമുണ്ട്. അങ്ങനെയുള്ളവൻ പരമേഷ്ഠികൻ എന്നറിയപ്പെടുന്നു. നീതിനിഷ്ഠമായ ജീവിത രീതി ആവശ്യപ്പെടുന്ന മറ്റു പല സ്വഭാവങ്ങളുമുണ്ട്. ഒരാൾ ക്ഷമിക്കുകയും സഹതാപം പ്രകടിപ്പിക്കുകയും വേണം. ഒരാൾ അസൂയപ്പെടരുത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ ത്യജിക്കാൻ തയ്യാറാകണം. ഒരാൾ സത്യസന്ധനായിരിക്കണം. അഹിംസ ശീലിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും വേണം. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കണം. കർമ്മഫലങ്ങൾക്കു വേണ്ടിയല്ല കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. എല്ലാ കർമ്മങ്ങളുടെയും ഫലം ബ്രഹ്മത്തിൽ നിക്ഷിപ്തമാണ്. വാസ്തവത്തിൽ ഒരു വ്യക്തി നിർദ്ദിഷ്ടമായ പ്രവർത്തനം നടത്തുന്നതായി കരുതുന്നത് കടുത്ത തെറ്റിദ്ധാരണയാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ബ്രഹ്മമാണ്. സാധാരണ മനുഷ്യൻ ഒരു ഉപകരണം മാത്രമാണ്. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നിടത്തോളം ഒരു വ്യക്തി അജ്ഞനും ലൗകിക ബന്ധങ്ങളുടെ ചങ്ങലകളിലേക്ക് വിധിക്കപ്പെട്ടവനുമാകുന്നു. വിഷ്ണു പിന്നീട് ദേവന്മാരോടും ഋഷിമാരോടും സൃഷ്ടിയുടെ ചരിത്രം വിവരിച്ചു. ആദിയിൽ ബ്രഹ്മൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ബ്രഹ്മത്തിന് രൂപമില്ലായിരുന്നു എന്നത് തന്നെയാണ് സത്യം. തുടക്കവും അവസാനവുമില്ല. സ്വഭാവ സവിശേഷതകൾ ഒന്നും തന്നെയില്ല. ബ്രഹ്മനെ വിവരിക്കാനോ ഗ്രഹിക്കാനോ കാണാനോ അസാധ്യമാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ബ്രഹ്മത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. ബ്രഹ്മാവ് ഒരു സൃഷ്ടാവിൻ്റെയും വിഷ്ണു സംരക്ഷകന്റെയും ശിവൻ സംഹരിക്കുന്നതിൻ്റെയും ധർമ്മം ചെയ്യുന്നു. സൃഷ്ടി ആരംഭിക്കേണ്ട സമയമാകുമ്പോൾ ബ്രഹ്മാവ് പ്രപഞ്ചം മുഴുവൻ ജലം സൃഷ്ടിച്ചു. അതിനു മുമ്പ് ഒന്നുമില്ലായിരുന്നു. വെള്ളത്തിൽ ഒരു സ്വർണ്ണ മുട്ട പ്രത്യക്ഷപ്പെട്ടു. മുട്ടയുടെ വലിപ്പം കൂടുകയും സൃഷ്ടാവായ ബ്രഹ്മാവ് മുട്ടയ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പ്രപഞ്ചത്തിനുള്ളതെല്ലാം ഇതിനകം തന്നെ ഭ്രൂണരൂപത്തിൽ മുട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കാറ്റും ഉണ്ടായിരുന്നു. ഗർഭ എന്ന വാക്കിന്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. ബ്രഹ്മാവ് ഒരു സ്വർണ്ണ മുട്ടയ്ക്കുള്ളിൽ നിന്ന് ഉദ്ഭവിച്ചതിനാൽ ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ എന്ന് അറിയപ്പെട്ടു. ആദ്യമായി സൃഷ്ടി ചെയ്തത് ബ്രഹ്മാവാണ്. അദ്ദേഹത്തിന് 4 മുഖങ്ങളുണ്ടായിരുന്നു. ഈ പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ജന്മം ഇല്ലായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ അജ എന്നും വിളിക്കുന്നു. അദ്ദേഹത്തെ സ്വയം സൃഷ്ടി ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് സ്വയംഭൂ എന്ന് അറിയപ്പെടുന്നത്. ജനിക്കാൻ പോകുന്ന എല്ലാ പ്രജകളുടെയും നാഥൻ ബ്രഹ്മാവ് ആണ്. അങ്ങനെ ബ്രഹ്മാവിന് പ്രജാപതി എന്ന പേര് ലഭിച്ചു. സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സമയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ആദ്യം ആവശ്യമാണ്. സമയത്തിന്റെ വ്യതിചലനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സമയത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഒരു നിമിഷം എന്ന് പറയുന്നത്. 15 നിമിഷങ്ങൾ ഒരു കാഷ്ടയും 30 കാഷ്ടങ്ങൾ ഒരു കാലവും 30 കാലങ്ങൾ ഒരു മുഹൂർത്തവുമാണ്. രാവും പകലും അഹോരാത്രം എന്ന് പറയുന്നത്. ഒരു ഇടവേളയിൽ 30 മുഹൂർത്തങ്ങളുണ്ട്. അത്തരം 30 അഹോരാത്രങ്ങൾ ഒരു മാസത്തിൽ ഉണ്ടാകുന്നു. എല്ലാ മാസത്തിലും 2 പക്ഷങ്ങൾ ഉണ്ട്. 6 മാസം ഒരു അയനവും വർഷത്തിൽ 2 അയനവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എല്ലാ വർഷവും 12 മാസങ്ങളുണ്ട്. 2 അയനങ്ങളുടെയും പേരുകൾ ഉത്തരായനവും ദക്ഷിണായനവുമാണ്. മനുഷ്യർ ഉത്തരായനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദേവന്മാർ ഒരു ദിവസത്തിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതുപോലെ മനുഷ്യർ ദക്ഷിണായനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദേവന്മാർ കേവലം ഒരു രാത്രിയിലൂടെ കടന്നു പോകുന്നു. മനുഷ്യർക്ക് ഒരു വർഷം എന്നത് ദേവന്മാർക്ക് ഒരു പകലും ഒരു രാത്രിയും ഉള്ള സമയത്തിന് തുല്യമാണ്.
ദേവന്മാരുടെ 12,000 വർഷങ്ങൾ ഒരു മഹായുഗമാണ്. ഇത് 4 യുഗങ്ങളായി തിരിച്ചിരിക്കുന്നു: സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയാണ് ഈ യുഗങ്ങളുടെ പേര്. സത്യയുഗത്തിന് 4000, ത്രേതായുഗത്തിന് 3000, ദ്വാപരയുഗത്തിന് 2000, കലിയുഗത്തിന് 1000. ഇത് 10,000 വർഷം വരെ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ 2 യുഗങ്ങൾ ചേരുന്ന കാലഘട്ടങ്ങളും ഉണ്ട്. സത്യയുഗത്തിന് 400 വർഷത്തെ സന്ധ്യാംശമുണ്ട്. 300-ന്റെ ത്രേതായുഗം, 200-ന്റെ ദ്വാപരയുഗം, 100-ന്റെ കലിയുഗം. അതിനാൽ സത്യയുഗത്തിനും ത്രേതായുഗത്തിനും ഇടയിൽ 700 വർഷങ്ങളും ത്രേതായുഗത്തിനും ദ്വാപരത്തിനും ഇടയിൽ 500 വർഷങ്ങളും ഉണ്ടാകും. 200-ന്റെ യുഗവും 100-ന്റെ കലിയുഗവും. അതിനാൽ സത്യയുഗത്തിനും ത്രേതായുഗത്തിനും ഇടയിൽ 700, ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും ഇടയിൽ 500, ദ്വാപരയുഗത്തിനും കലിയുഗത്തിനും ഇടയിൽ 300, കലിയുഗത്തിനും അടുത്ത സത്യയുഗത്തിനും ഇടയിൽ 500 വർഷങ്ങളും അധികമായി വരും. ഇവ 2000 അധിക വർഷങ്ങളാണ്. മുമ്പത്തെ 10,000 എന്ന കണക്കുമായി ചേർക്കുമ്പോൾ 12,000 വർഷം. ഓരോ മഹായുഗത്തിലും 71-ലധികം മന്വന്തരങ്ങൾ, അതായത് യുഗങ്ങൾ ഉണ്ട്. ഓരോ മന്വന്തരവും ഒരു മനു ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ കൽപ്പത്തിലെ ചക്രം, അതായത് ചക്രം എന്നറിയപ്പെടുന്ന കൽപ്പം, ചക്രം. ആദ്യത്തെ മനു സ്വയംഭുവ മനു ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം മറ്റു നിരവധി മനുമാർ ഉണ്ടായി. ഓരോ കൽപ്പവും യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ കടന്നു പോകുന്നു. ഒരു കൽപ്പത്തിൽ 14 മന്വന്തരങ്ങളാണുള്ളത്. വ്യത്യസ്തമായി പറഞ്ഞാൽ ഓരോ കൽപ്പത്തിലും 1000 മഹായുഗങ്ങളുണ്ട്. 360 കൽപ്പങ്ങൾ ബ്രഹ്മവർഷങ്ങളിൽ ഒന്നാണ്. 100 തവണ ഈ കാലഘട്ടം പരാർത്ഥമായി അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരും ഇല്ലാതാകുന്നു. നാശത്തിൻ്റെ അവസാനത്തിൽ സൃഷ്ടി വീണ്ടും ആരംഭിക്കുന്നു. ഈ സൃഷ്ടിയാണ് സർഗ എന്ന് അറിയപ്പെടുന്നത്. എല്ലാ കൽപ്പത്തിൻ്റെയും അവസാനം സംഭവിക്കുന്ന ഒരു ചെറിയ നാശപ്രക്രിയയുണ്ട്. ബ്രഹ്മ, വിഷ്ണു, ശിവനും നശിച്ചിട്ടില്ല. മറ്റെല്ലാം ഈ ചെറിയ നാശത്തിൻ്റെ അവസാനം വരുന്ന സൃഷ്ടിയാണ്. പ്രതിസർഗം എന്ന് അറിയപ്പെടുന്നു. ഇപ്പോഴത്തെ കൽപ്പം വരാഹകൽപ്പം എന്നാണ് അറിയപ്പെടുന്നത്. അതിനു മുമ്പുള്ളത് പത്മകൽപ്പം എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കൽപ്പത്തെ വരാഹകൽപ്പം എന്ന് വിളിക്കുന്നത്? ദേവന്മാരും മുനിമാരും വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണു അവരോട് തൻ്റെ വരാഹ അവതാരത്തിൻ്റെ കഥ പറയുന്നു. ഹനുമാൻ ശ്രീരാമന്റെ മോതിരം തേടിപ്പോകുന്ന കഥ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതിൽ കൂന കൂടിക്കിടക്കുന്ന മോതിരം കണ്ടിട്ട് ആ നാഗരാജാവ് ഹനുമാനോട് പറയുന്നുണ്ട്, ഇത് ഓരോ കൽപ്പത്തിലും ഓരോ കാലഘട്ടത്തിലും ശ്രീരാമന്മാർ ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ വാനരന്മാരും ഹനുമാനും ഉണ്ടാകുന്നു. സമയത്തിൻ്റെ വ്യതിചലനം അതിവിശിഷ്ടമാണ്. ഇതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തെക്കുറിച്ചാണ് ദേവന്മാരോടും ഋഷിമാരോടും പറയുവാൻ മഹാവിഷ്ണു ആരംഭിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി.